ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് UPSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ഒന്നാമത് നോക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഹു അമംഗ് ദ ഫോളോവിങ് ലീഡേഴ്സ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദ ഡ്രെയിൻ തിയറി ഓഫ് ദാദാഭായ് നവറോജി? ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറിയിൽ വിശ്വസിക്കാതിരുന്ന ഇന്ത്യയിലെ ലീഡർ ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാലഗംഗാധര തിലക്, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് RC ദത്ത്, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് MG റാനഡെ, നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഞാൻ പറയാം. ബിക്കോസ് ഇത് ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. ചരിത്രം എപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള പെർസെപ്ഷനിലായിരിക്കണമെന്നില്ല ചരിത്രം ഇരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഉത്തരങ്ങളായിട്ട് മാത്രം കാണും. ബിക്കോസ് ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പല ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഭയമുണ്ട്, അത്രമാത്രം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഉത്തരത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് ഇന്ത്യയിൽ ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തിൽ വിശ്വസിക്കാതിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതിന് കാരണം 1857 കഴിയുന്ന സമയം, അതായത് നമുക്കറിയാം 1857 എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയമാണ്. അപ്പോൾ ഈ സമയം ബ്രിട്ടീഷുകാരോട് ഭയങ്കര ലോയലായിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു നമ്മുടെ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹം നമ്മുടെ ചോർച്ചാ സിദ്ധാന്തം വരുന്നത് 1867 ദാദാഭായ് നവറോജി ഇങ്ങനെ ഒരു ഡ്രെയിൻ തിയറി അല്ലെ ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനും ശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് മുസ്ലിംസിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ നിങ്ങൾ ജോയിൻ ചെയ്യരുത് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു നമ്മുടെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹം അതായത് നമ്മുടെ കോൺഗ്രസിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് യുണൈറ്റഡ് പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അസോസിയേഷൻ 1888 സ്ഥാപിക്കുന്നുണ്ട്. 1888 ഈ ഒരു അസോസിയേഷൻ സ്ഥാപിക്കുന്നതിലൂടെ നമ്മുടെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ചെയ്യുന്നത്, അതായത് ഇന്ത്യൻ മുസ്ലിംസ് എല്ലാം ബ്രിട്ടീഷുകാരോട് ലോയലായിരിക്കണമെന്നാണ് ഇതിലൂടെ അഭ്യർത്ഥിക്കുന്നത്. ഇദ്ദേഹം പറയുന്നതിന് കാരണം ഇന്ത്യയിലെ മുസ്ലിംസിൻ്റെ ഒരു ഉന്നമനമൊക്കെ സാധ്യമാകുന്നത് കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരിക്കും എന്ന് വിശ്വസിച്ചൊരു പേഴ്സണാലിറ്റിയാണോ നമ്മുടെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത്. ആരാണ് നമ്മുടെ ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തത്തിൽ വിശ്വസിക്കാതിരുന്ന മനുഷ്യനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലീഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. ഇൻ 1930 മഹാത്മാഗാന്ധി സ്റ്റാർട്ടഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഫ്രം, അതായത് 1930 മഹാത്മാഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എവിടെ നിന്നാണ് ആരംഭിച്ചത്? നമുക്കറിയാം 1930 മാർച്ച് 12 മഹാത്മാഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത് ദണ്ഡി മാർച്ചിൻ്റോടുകൂടിയാണ്. അത് 1930 മാർച്ച് 12 ദണ്ഡി മാർച്ച് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിക്കുകയും 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 1930 മഹാത്മാഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? സബർമതി ആശ്രമത്തിൽ നിന്നാണ്. ഡേറ്റ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ആരംഭിച്ചത് 1930 മാർച്ച് 12 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന് സാൾട്ടിലോനെ ബ്രോക്കൺ ചെയ്യുന്നത് 1930 ഏപ്രിൽ 6 ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദി അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1990 വാസ് പോപ്പുലർലി നോൺ as, അതായത് 1919 അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റൗളത്ത് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഇന്ത്യൻ ആംസ് ആക്ട്, ഇൽബേർട്ട് ബിൽ. അപ്പോൾ നമ്മുടെ 1919 റൗളത്ത് ആക്ട് തന്നെയാണ് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ചെയ്ത് പോരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് കാണുക. നമ്മളത് പോരുന്നതിനിടയ്ക്ക് നമ്മൾ റൗളത്ത് ആക്ടിൽ അധികം താമസിയാതെ തന്നെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ മുടങ്ങാതെ കാണുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഫോളോവിങ് ഇവൻറ്റ്സ്? നമുക്ക് 4 ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഓരോ ചരിത്രപരമായിട്ടുള്ള ഇവൻറ്റ്സ് നമുക്ക് എന്താണെന്ന് നമുക്ക് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ നമുക്ക് ആ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഇവൻ്റ് എന്ന് പറയുന്നത് ലക്നൗ പാക്റ്റ് ആണ്. ലക്നൗ പാക്റ്റ് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഇട്ട ഒരു ഉടമ്പടിയാണ് ലക്നൗ പാക്റ്റ്. 1916 ലക്നൗ പാക്റ്റ് സംഭവിക്കുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നടന്നുപോയൊരു മറ്റൊരു കാര്യമാണ്
നമ്മുടെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതും ഈ ലക്നൗ പാക്റ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെയുള്ള ലക്നൗ പാക്റ്റ് സംഭവിക്കുന്നത് 1916 രണ്ടാമത്തെ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവൻ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയാർക്കിയാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയാർക്കി വരുന്നത് 1919 1919 മോൺഫോർഡ് റീഫോംസ് അല്ലെങ്കിൽ മോണ്ടിഗു ചെംസ്ഫോർഡ് റീഫോംസ് വരുന്നത്. അതിലൂടെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയാർക്കി വരുന്നത്. അത് സംഭവിക്കുന്നത് 1919 ഓക്കെ. സോ ഇതിനകത്ത് മന്ത് എല്ലാ കാര്യങ്ങളിലും പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. മൂന്നാമതായിട്ടാണ് റൗളത്ത് ആക്ട്. റൗളത്ത് ആക്ട് വരുന്നതും 1919. റൗളത്ത് ആക്ട് എന്ന് പറയുന്നത് തന്നെയാണ് അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഇത് വരുന്നത് 1919. ദെൻ വരുന്നതാണ് നമ്മുടെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ പാർട്ടീഷൻ വരുന്നത് എല്ലാവർക്കും അറിയാം 1905 വരുന്നത്. സോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓർഡറിൽ എഴുതുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മന്ത് അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉത്തരങ്ങളിലേക്ക് പോരാം. പക്ഷെ നമുക്ക് എല്ലാ ചോദ്യങ്ങളും അതുപോലെ ആയിരിക്കത്തില്ല. ചില ചോദ്യങ്ങളിൽ നമ്മൾ മാസങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 4 ഇവൻറ്റുകളിൽ ആദ്യം ഉണ്ടായ ഇവൻ്റ് എന്താണ്? തീർച്ചയായിട്ടും 1905 നടന്ന ബംഗാൾ പാർട്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ഒന്നാമത് വരുന്ന ഓപ്ഷൻസ് ഒഴികെയുള്ള 2 ഓപ്ഷൻസ് നമുക്ക് കളയാം. അതായത് എയും സിയും നമുക്ക് ഇനി വേണ്ട. പിന്നെ ഉള്ളത് ബിയും ഡിയും ആണ്. പിന്നീട് 1905 കഴിഞ്ഞിട്ട് നടന്ന സംഭവം ഏതാണ്? നമുക്കറിയാം റൗളത്ത് ആക്ടും ഇൻട്രൊഡക്ഷൻ ഓൺ ഡയാർക്കി വരുന്നത് 1919. നമ്മുടെ ലക്നൗ പാക്റ്റ് 1916. സ്വാഭാവികമായിട്ട് ഇപ്പോൾ എന്തായിരിക്കും വരിക? നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ലക്നൗ പാക്റ്റ് ആയിരിക്കും പിന്നീട് വരിക. അപ്പോൾ സോ നമ്മുടെ ഓർഡർ 4-1 വരും. 4-1 വരുന്ന ബാക്കി ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ബിയിലേക്ക് ബാക്കിയുള്ളതിലേക്ക് പോകാതെ തന്നെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ബി ആയിരിക്കും. അപ്പോൾ നമ്മുടെ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. 4, 1, 3, 2. അതിൽ നമ്മുടെ മോണ്ടിഗു ചെംസ്ഫോർഡ് റീഫോംസ് വരുന്നത് 1919 ഡിസംബറിലാണ്. റൗളത്ത് ആക്ട് വരുന്നത് 1919 ഫെബ്രുവരി മാർച്ച് മാസത്തിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യവും സംഭവിക്കുന്നത് 1919 ഈ ഒരു ഓർഡറിന് ഡിഫറൻസ് വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് B.R. അംബേദ്കർ വാസ് ഇലക്റ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഫ്രം. ഡോക്ടർ B.R. അംബേദ്കർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എവിടെ നിന്നുമാണ് വിജയിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ, ബോംബെ പ്രസിഡൻറ്റ്, മധ്യഭാരത്, പഞ്ചാബ്. അപ്പം നമ്മുടെ അംബേദ്കർ ബോംബെയിലെ റെസിഡൻ്റ് ആയിരുന്നുവെങ്കിലും ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിലേക്ക് മത്സരിച്ചത് വെസ്റ്റ് ബംഗാളിൽ നിന്നുമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? വെസ്റ്റ് ബംഗാളാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിത് നോക്കുന്നത്. ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഹിസ്റ്ററി നമ്മൾ നോക്കുന്ന സമയത്ത്, ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഇപ്പം നമ്മുടെ ചുറ്റും ഇന്ന് നടക്കുന്ന ഇൻസിഡൻസിനെ തന്നെ നമ്മളത് ഓരോ വ്യക്തികൾ എഴുതുന്ന സമയത്ത് അതിന് പല ഇൻ്റർപ്രിട്ടേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കാര്യം ഹിസ്റ്ററിയിൽ ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും ആക്യുറേറ്റ് അത് എക്സാക്ട്ലി അതുപോലെ ആകണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി നമ്മുടെ അത് എഴുതുന്ന ഓതറിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഹിസ്റ്ററിയിലെ ഓരോ സംഭവ വികാസങ്ങളും അത് ഡിനോട്ട് ചെയ്യപ്പെടുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.